أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇപ്പൊ ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി സൂറത്തുൻ നബയിലെ അടുത്ത ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വജഅൽന നൗമക്കും സുബാത, ഒരു മനുഷ്യന്റെ നമ്മുടെയൊക്കെ ഒരു ദിവസത്തെ ജീവിതത്തിന്റെ ഏറ്റവും സുഖകരമായ ഒരവസ്ഥയായി ഉറക്കത്തെ നമ്മളാണ് സംവിധാനിച്ചത് എന്നതാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് തൊട്ടടുത്ത ആയത്താണ്. വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൽ ലൈല ലിബാസാ. നാം ആണ് പടച്ചിട്ടുള്ളത്. എന്തിനെ പടച്ചു വെച്ചിട്ടുള്ളത്? നാം അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത് എന്നാ പറയുന്നത്. നാം അങ്ങനെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. എന്തിനെ ആക്കി വെച്ചിട്ടുള്ളത്? അല്ലൈല, രാത്രിയെ ഞാൻ ആക്കി തീർത്തിരിക്കുന്നു. നിങ്ങൾക്ക് രാത്രിയെ ഞാൻ ആക്കി വെച്ചിരിക്കുന്നു. എന്താക്കിയിരിക്കുന്നു? ലിബാസൻ, ഒരു വസ്ത്രമാണ്. രാത്രിയെ ഒരു വസ്ത്രമാക്കിയത് നമ്മളാണ്. We made the night as the covering or the garment. രാത്രിയുടെ സംവിധാനത്തെ അല്ലെങ്കിൽ രാത്രിയെ, ആ രാത്രിയുടെ സൃഷ്ടാവ് തന്നെ മനോഹരമായി വിശേഷിപ്പിച്ചത് അത് മനുഷ്യർക്കുള്ള ഒരു വസ്ത്രം പോലെയാണ്. അതൊരു വസ്ത്രമാകുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ഇതിന്റെ അർത്ഥം നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് തോന്നുക. രാത്രിയെ ഒരു വസ്ത്രമാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതിൻ്റെ തീമെന്ന് നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. എന്താണെന്നറിയോ നിങ്ങള്? വാക്കിന്റെ അർത്ഥം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, വാക്കിന്റെ റിലേഷൻഷിപ്പ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കണക്ഷൻസ്, ഇതെല്ലാം നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ള് നമുക്കറിയാൻ കഴിയാം. ഇവിടെ കുറെ ആയത്തുകളിലായി അല്ലാഹു ഒന്ന് മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അതില് മനോഹരമായ ഒരു കമ്പാരിസൺ ആണ് നൈറ്റ് ഈസ് കമ്പയർഡ് വിത്ത് എ ഗാർമെന്റ്. രാത്രിയെ ഒരു വസ്ത്രത്തോട് അല്ലാഹു ഉപമിക്കുന്നു. നമുക്കറിയാം, മനുഷ്യനാണ് ഖുർആനിന്റെ ഇതിവൃത്തം.
മനുഷ്യനോടാണ് അള്ളാഹു സംസാരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ പ്രകൃതിയെ അത് നന്നായി പരിഗണിക്കും. വളരെ എളുപ്പത്തിൽ ആഴത്തിൽ ഒരു കാര്യം പറയാൻ അള്ളാഹു എവിടെയൊക്കെ ഉദ്ദേശിക്കുന്നുവോ അവിടെയെല്ലാം അള്ളാഹു ഉപയോഗിക്കുന്ന ഈസി കൺസെപ്റ്റ് കൺവെയൻസിന്റെ ഏറ്റവും പൊട്ടന്റ് ആയി നിൽക്കുന്ന ഒരു മെത്തഡോളജിയാണ് ദ കമ്പാരിസൺ എന്നത്, ഉപമിക്കുക എന്നതാണ് അല്ലേ? അപ്പൊ ആ ഉപമകൾ വരുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ ആഴത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ദ ഫ്രീക്വന്റ് യൂസ് ഓഫ് ദ കമ്പാരിസൺ മെത്തഡോളജി ഇൻ ഖുർആൻ, നിരന്തരം 4 പേജ് മറിക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഉപമിക്കുന്ന ഈ മെത്തഡോളജി സിഗ്നൽസ്, അത് നമുക്ക് സിഗ്നൽ നൽകുന്നത് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ കമ്പാരിസൺ. അവിടെ നാം പഠിക്കേണ്ടത് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ കമ്പാരിസൺ. എന്തിനാണ് ഇന്നതിനോട് അള്ളാഹു ഉപമിച്ചത് എന്ന് പഠിക്കുമ്പോഴാണ് അള്ളാഹു ഉദ്ദേശിച്ചത് അറിയുകയുള്ളൂ. എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത്? അങ്ങനെ പഠനം നടത്തുമ്പോൾ നമുക്ക് എന്ത് നടക്കും? റിവീലിംഗ് ദ ഇൻഫോംഡ് സീക്രട്സ്. സീക്രട്ട് ഇൻഫോംഡ് അല്ല, പക്ഷേ ഒരു സീക്രട്ടിനെ നമുക്ക് തുറന്നങ്ങോട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു രഹസ്യത്തെ അള്ളാഹു അറിയിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നേരിട്ട് അറിയിക്കുന്നതിന് പകരം ഒരു കമ്പാരിസണിലൂടെ അത് അറിയിക്കും. ലുക്ക്, റിവീലിംഗ് ദ ഇൻഫോംഡ് സീക്രട്സ്. അള്ളാഹു അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന രഹസ്യങ്ങളെ ത്രൂ ദ കമ്പാരിസണിലൂടെ അവതരിപ്പിക്കും. ദാറ്റ് ലീഡ്സ് ടു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ആയാസ്. അതാണ് യഥാർത്ഥത്തിൽ ആ ആയത്തിന്റെ കൃത്യമായ പഠനത്തിലേക്ക് നയിക്കുന്നത്. ഈ കമ്പാരിസൺ വെരി ക്ലിയർ. പടച്ച തമ്പുരാൻ ചില രഹസ്യങ്ങളെ പറയാൻ ഉദ്ദേശിക്കുമ്പോൾ കമ്പാരിസണിലൂടെ അത് പറയും. അതിന്റെ അർത്ഥം റിവീലിംഗ് ദ ഇൻഫോംഡ് സീക്രട്സ്. അള്ളാഹു പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ അതിലൂടെ പറഞ്ഞു വെക്കുകയാണ്. ആ കമ്പാരിസൺ പഠിക്കുമ്പോഴാണ് ആയത്തുകളുടെ കൃത്യതയിലേക്ക് നാം എത്തപ്പെടുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പൊതിഞ്ഞ് പറയുന്നത് ഇങ്ങനെയാണ്: ദ ഗ്ലൂം ഓഫ് നൈറ്റ്, രാത്രിയുടെ ഈ ഇരുണ്ട ഭാവത്തെ, ഇരുളിനെ അള്ളാഹു കമ്പയർ ചെയ്യുന്നത് വിത്ത് എ ക്ലോത്ത്, ഒരു വസ്ത്രത്തോട്. ആ വസ്ത്രമാണ് കവറിങ് ഓൾ ദ ബോഡി ഓഫ് ദ എർത്ത്. ഭൂമിയെ മുഴുവൻ അത് മൂടിക്കളയും. ആൻഡ് ഓൾ ദ ലിവിങ് ക്രിയേച്ചേഴ്സ് റിസൈഡിങ് ഓൺ ഇറ്റ്. ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്ന സകല മനുഷ്യരിലേക്കും ആ ഇരുട്ട് മൂടിക്കളയും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കുന്ന ട്രാൻസ്ലേഷനില്ല നമ്മൾ കാണാറുള്ളത് അല്ലെ? ജസ്റ്റ് ആൻ ആസ്ട്രോണമിക്കൽ അനാലിസിസ്. രാത്രിയും പകലും മാറി മാറി വരും. രാത്രിക്കു പിറകെ പകലിനും പകലിനു പിറകെ രാത്രിയുമാകുന്ന ഒരു ആസ്ട്രോണമിക്കൽ ഇൻഡിക്കേഷൻ മാത്രമല്ല അത്. ഈ ആയത്ത് അങ്ങനെ നമ്മൾ കണക്കൂട്ടിയാൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു ഉദ്ദേശിച്ച ഇൻഫോംഡ് സീക്രട്ടിലേക്ക്, കമ്പാരിസന്റെ സിഗ്നിഫിക്കൻസിലേക്ക് നമ്മൾ എത്തപ്പെടുകയില്ല. അപ്പോ ആഴത്തിൽ ഖുർആൻ പഠിക്കുന്ന ഒരു സംഘം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് the theme of this verse is not at all a science. ഈ ആയത്തിലൂടെ അള്ളാഹു പറയാൻ ഉദ്ദേശിച്ചത് ഒരു ശാസ്ത്ര സത്യമല്ല. And the purpose is not to make us astronomers or the scientists. ഈ ആയത്ത് പഠിക്കുന്നതിലൂടെ എന്നെയും നിങ്ങളെയും ഒക്കെ വലിയ വാനശാസ്ത്രജ്ഞന്മാരാക്കലുമല്ല. പക്ഷേ the subject of this verse is the spiritual science. ആത്മീയ ശാസ്ത്രമാണ് ഈ ആയത്തിന്റെ ഉള്ളടക്കം. And the purpose, അതിന്റെ ഉദ്ദേശം എന്നത് to make us a successful human. ഭൂമിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ അവന്റെ മനസ്സിലേക്ക് ഒരു ആത്മീയ ശാസ്ത്രത്തെ ഇടുക എന്ന പർപ്പസ് മാത്രമാണ് ഇതിനകത്തുള്ളത്. അതല്ലാതെ വെറും ഒരു
അസ്ട്രോണമിയെ റിവീൽ ചെയ്യുന്ന ഒരായത്തായി പരിഗണിച്ചാൽ നമുക്കതിന്റെ ആഴത്തിലേക്ക് ചെല്ലാൻ കഴിയില്ല. ഇനി ഇതിൽ ഉപയോഗിച്ച കമ്പാരിസൺ ആണ് നമ്മൾ പറയുന്നത്. എന്താണ് കമ്പയർ ചെയ്തത്? നൈറ്റ് വിത്ത് ദ ഗാർമെന്റ്, അല്ലെ? നൈറ്റ് വിത്ത് ദ ഗാർമെന്റ്. അപ്പൊ നമ്മൾ പഠിക്കണം രാത്രിയുടെ ഫങ്ഷൻ എന്ത്, ഗാർമെന്റിന്റെ ഫങ്ഷൻ എന്ത്, വസ്ത്രത്തിന്റെ ഫങ്ഷൻ എന്ത്. ഇത് നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യം അറിയുക, അല്ലെ? മ്യൂട്ട് ചെയ്യാത്ത ഓക്കെ, റൈറ്റ്. ഫങ്ഷൻസ് ഓഫ് ദ ഗാർമെന്റ്. ലിബാസ്, വസ്ത്രം. വസ്ത്രത്തിന്റെ ഫങ്ഷൻ എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫങ്ഷനാണ് വസ്ത്രത്തിനുള്ളത്. ആ ഒരു ഫങ്ഷനെ നമ്മൾ രാത്രിയിലേക്ക് കമ്പയർ ചെയ്തു വെക്കണം. എന്താണത്? ഗാർമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് ടു കവർ ദ ഇന്റിമേറ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി, അല്ലേ? നമ്മോട് ഏറ്റവും അടുത്ത, എന്റെ ഏറ്റവും രഹസ്യമായ ഒരവയവത്തെ, അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്കിടയിൽ കാണിക്കാൻ പറ്റാത്ത അവയവത്തെ ഒളിപ്പിച്ചു വെക്കുക എന്നതാണ് ക്ലോത്തിന്റെ, വസ്ത്രത്തിന്റെ ഒന്നാമത്തെ പർപ്പസ്, അല്ലേ? ആണ്. അപ്പോ ആലോചിച്ചോക്കെ, ഈ ക്ലോത്തിന്റെ, ഗാർമെന്റിന്റെ ഒന്നാമത്തെ പർപ്പസ് എന്നത് ടു കവർ ദ ഇന്റിമേറ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ പരമരഹസ്യത്തെ മറച്ചു വെക്കാനുള്ളതാണ് വസ്ത്രമെങ്കിൽ, അതിനെ കമ്പയർ ചെയ്യുന്നത് നൈറ്റിനോടാകുമ്പോ എന്താണ് രാത്രിയുടെ ഫങ്ഷൻ? ടു അൺകവർ ദ ഇന്നർ മോസ്റ്റ് ഹ്യൂമൻ ഡിസയർ. ടു അൺകവർ ദ ഇന്നർ മോസ്റ്റ് ഹ്യൂമൻ ഡിസയർ. അതെ, അല്ലാഹു മറയിട്ടിട്ടുണ്ട് രാത്രിയിലൂടെ, ഇനി ആരും അത് കാണുകയില്ല. നീ പുറത്തെടുക്കണം. എന്ത് പുറത്തെടുക്കണം? മനുഷ്യന്റെ പ്രകൃതിയിൽ അല്ലാഹു, അല്ലെ, ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന, കുത്തി നിറച്ചു വച്ചിരിക്കുന്ന മനുഷ്യന്റെ ശാരീരിക ആവശ്യത്തെ ടു അൺകവർ, അത് തുറന്നിട്ട് കൊള്ളുക. റബ്ബ് ഒരു വസ്ത്രം ഇട്ടിട്ടുണ്ട്, അതാരും കാണുകയില്ല. അതിന്റെ അർത്ഥം എന്താ? രാത്രിയെ നിങ്ങൾക്ക് വസ്ത്രമാക്കി അല്ലാഹു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ, വസ്ത്രം കൊണ്ട് എന്റെ നഗ്നത മറക്കലാണെങ്കിൽ, രാത്രിയിൽ പകൽകാലത്ത് മനുഷ്യർക്ക് മുമ്പിൽ കാണിക്കാനോ അറിയാനോ പറ്റാത്ത മനുഷ്യന്റെ പ്രകൃതിയിൽ അല്ലാഹു വെച്ച ആണും പെണ്ണും തമ്മിലുള്ള ശാരീരികമായ ഇണചേരലിന്റെ ആഗ്രഹത്തെ ടു അൺകവർ ദ ഇന്നർമോസ്റ്റ് ഹ്യൂമൻ ഡിസയർ. The concept is so clear. വളരെ ക്ലിയർ ആണ് സാധനം. ഇതും കൂടെയാണ് ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് അള്ളാഹ് ഇത് ചേർത്ത് വെക്കുന്നത്. നമ്പർ 2, ഗാർമെന്റിന്റെ രണ്ടാമത്തെ പർപ്പസ്, വസ്ത്രത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്താ? ടു പ്രൊട്ടക്ട് from the attack of the bacteria and the viruses or the harmful elements. എന്നെ ആക്രമിക്കാൻ വരുന്ന, എന്നെ മാത്രം ഉദ്ദേശിച്ച എന്റെ നേരെ വരുന്ന അപകടകാരികളായ എന്റെ ശരീരത്തെ ആക്രമിക്കുന്ന രോഗങ്ങളിൽ നിന്ന് തടുക്കാനാണ് വസ്ത്രം ഉപയോഗിക്കുന്നത്, അല്ലേ? ഇപ്പൊ മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാ, ടു പ്രൊട്ടക്ട് ഫ്രം ദ ഹാംഫുൾ വൈറസ്, അല്ലേ? അതിനെ തടുക്കാനാണ് വസ്ത്രം ഉപയോഗിക്കുന്നത്. ഇതേപോലെ the function of the night is this fulfillment. മനുഷ്യന്റെ ശരീരത്തിൽ തിളച്ചു പൊങ്ങി നിൽക്കുന്ന, നുരച്ച് പതപൊങ്ങി വരുന്ന, അല്ലാഹുവായി മനുഷ്യരിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ വികാരത്തിന്റെ പൂർത്തീകരണം. Protect us, the night protect us from the possible spiritual harms. അതെ, എന്റെ ആത്മാവിനെ ഉദ്ദേശിച്ച് ആക്രമിക്കാൻ വരുന്ന ആത്മീയ ബാക്ടീരിയ ഉണ്ട്, സ്പിരിച്വൽ ബാക്ടീരിയാസ് ആൻഡ് വൈറസസ്.
ഇതിൽ നിന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് രാത്രി റബ്ബ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അഥവാ മനുഷ്യന്റെ ഈ പിന്നെ ഇങ്ങനെ ഉണ്ടല്ലോ, ഈ നുരഞ്ഞു പൊന്തുന്ന ഈ വൈകാരികതയെ അണക്കാനും വെള്ളമൊഴിക്കാനും തീ കെടുത്താനും നീ ഒരുങ്ങിക്കൊള്ളുക. പടച്ചവൻ മറയിട്ടിട്ടുണ്ട്, ആരും കാണുകയില്ല. അതിന്റെ പൂർത്തീകരണം നടക്കുമ്പോ, നാളെ നേരം പുലരുമ്പോ ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ നിന്റെ മനസ്സ് വഴി തേടുകയില്ല, നിന്റെ കണ്ണ് ഇതിലേക്ക് പോവുകയില്ല. സർവവിധ ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഇത് നമ്മളെ, ഈ രാത്രി നമ്മളെ സഹായിക്കണം. കൺസെപ്റ്റ് ഈസ് സോ ക്ലിയർ. അള്ളാഹു മറയിട്ടത് ആ മറക്കുള്ളിൽ നിന്നുകൊണ്ട് നിന്റെ ഈ ആഗ്രഹത്തെ അണക്കാനുള്ളതാണ്. അതെ, അടച്ചവൻ രാത്രിയെ കർട്ടനാക്കിയിരിക്കുന്നു, വസ്ത്രമാക്കിയിരിക്കുന്നു, മറയിട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. നമ്പർ 3, മൂന്നാമത്തെ ഗാർമെന്റിന്റെ പർപ്പസ് എന്നത് ഇങ്ങനെയാണ്. മൂന്നാമത്തെ ഗാർമെന്റിന്റെ പർപ്പസ് ടു ബ്യൂട്ടിഫൈ ദ ഹ്യൂമൻ ബോഡി. അല്ലേ? മനുഷ്യ ശരീരത്തിന് ഭംഗിയുള്ളത് എപ്പോഴാണ്? അത് വസ്ത്രം അവൻ ഇടുമ്പോഴാണ്. വസ്ത്രമില്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തെ എന്തിനു കൊള്ളാം? ഇറ്റ് ഈസ് ഓൺലി ദ ഗാർമെന്റ് that determines the beauty of human. നമ്മുടെയൊക്കെ വസ്ത്രമല്ലേ നമ്മുടെ ഭംഗിയില്ലേ? ഒരു മനുഷ്യനെ നമ്മൾ എപ്പോഴാണ് നോക്കാറുള്ളത്? ഹൗ ബ്യൂട്ടിഫുള്ളി ഹി ഡ്രസ്ഡ്. വസ്ത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭംഗി എന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നമ്പർ 1 ഹിസ് ഡ്രസ് കോഡ്. നമ്മുടെ വസ്ത്രമാണ്. ഭംഗിയുള്ള നിറങ്ങളുള്ള ഈടുറ്റ ഒരു വസ്ത്രം. ഇത് നമ്മളെ ശരീരത്തിന് ഭംഗി നൽകും. അതെ, ദ നൈറ്റ് സിഗ്നിഫൈസ്. ആ കമ്പാരിസണിലൂടെ രാത്രി കൊണ്ട് സിഗ്നിഫൈ ചെയ്യുന്നത് ദ ബ്യൂട്ടി ആൻഡ് സ്ട്രെങ്ത് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പെർഫെക്റ്റ് ഫുൾഫിൽമെന്റ് ഓഫ് ദിസ് നീഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച പേരിംഗ് ലൈഫ്, ഇണയാവുക എന്ന ജീവിതത്തിന്റെ അതിന്റെ ശക്തിയും അതിന്റെ വലിപ്പവും ആഴവും ആശ്രയിച്ചിരിക്കുന്നത് it fully dependent upon the perfect fulfillment of this need. ഈ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലാകുന്നു. So fulfill the desire Allah has curtained. അല്ലാഹു കർട്ടനിട്ടിരിക്കുന്നു, ആഗ്രഹം പൂർത്തീകരിച്ചു കൊള്ളുക എന്നാണ്. How beautifully compared the garment with the night. അല്ലേ? എന്തൊരു ഭംഗിയാണെന്നറിയോ? അത് പറഞ്ഞാൽ തീരില്ല അതിന്റെ ഭംഗി. ഈ ക്ലാസ്സിനകത്ത് പറയുന്നതിനൊക്കെ നമുക്കൊരു എന്താ പറയാ, ഒരു ബൗണ്ടറി ഉണ്ട്. കാര്യം കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇനി ഈ ആയത്തിൽ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്. എന്താണത്? ഇസ്ലാം എക്സ്പ്ലിസിറ്റ്ലി ഡിസ്കസ്. ഒരു മറയുമില്ലാതെ ഇസ്ലാം സംസാരിക്കും. ഏത്? ദ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. ഇണകൾ തമ്മിലുള്ള ശാരീരികമായ ബന്ധത്തെ ഇസ്ലാം സംസാരിക്കുന്നത് തുറന്നാണ്. ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഈ ഒരു വശത്തെ, മനുഷ്യ ജീവിതത്തിന്റെ വൈകാരികമായ ഈ പൂർത്തീകരണത്തിന്റെ ഈ വശത്തെ ഇസ്ലാമും മറ്റു ദർശനങ്ങളും എങ്ങനെ കാണുന്നു എന്നതാണ് അടുത്ത പ്രശ്നം. എങ്ങനെയാണ് അത് കാണുന്നത്? ഇസ്ലാമിന്റെ വശത്തിൽ അത് തുറന്നാണ് സംസാരിക്കുന്നത്, മറയേ ഇല്ല. അല്ലേ? മറയില്ലാതെയാണ് ഇസ്ലാം ഇത്തരം ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവുക. ബാക്കിയുള്ള എല്ലാ മതങ്ങളും ഐഡിയോളജികളും വാല്യൂ സിസ്റ്റവും, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആശയധാരകൾ, മതപരമായ ആളുകൾ, ഇനി വാല്യൂ സിസ്റ്റം, ഒരു മൂല്യവ്യവസ്ഥ വരെ ഈ വിഷയം സംസാരിക്കുമ്പോ ദിസ് മാറ്റർ, ഈ കാര്യം വരുന്നത് ഇൻ ദ സീക്രട്ട് കോൺവെർസേഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റീസ്. ചെവി പൊത്തിയേ പറയൂ, വാ പൊത്തിയേ പറയൂ. കാരണം
ഇത് പറയാൻ കൊള്ളാത്തതാണെന്നും കേൾക്കാൻ കൊള്ളാത്തതാണെന്നും മനുഷ്യ ജീവിതത്തിന്റെ നല്ല വശമല്ല എന്നതുകൊണ്ടാണ്. അല്ലെ, അവരതിനെ നല്ല രീതിയിൽ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ടത് ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ why they put their hands on mouth or ears? എന്തിനാണ് അവർ കയ്യും വായും പൊത്തിയത്? പക്ഷേ ഇസ്ലാം ഇത് പറയുമ്പോ ഒരു കയ്യും പൊത്തൂല, ഒരു കാതും പൊത്തൂല. ദാറ്റ് മേക്സ് ദ ഇസ്ലാം ഡിഫറെന്റ്, അല്ലേ? ഇനിയോ രണ്ടാമത്തത്. അപ്പൊ ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കി, അവരൊക്കെ ഈ ലെസ്റ്റ് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഈ വികാര പൂർത്തീകരണത്തെ ബാക്കിയുള്ള ദർശനങ്ങളും മൂല്യ സിസ്റ്റവും ഒക്കെ, വാല്യൂ സിസ്റ്റവും ഒക്കെ അവരുടെ രഹസ്യ സംഭാഷണങ്ങളിൽ, ഒതുങ്ങിയ സംസാരങ്ങളിൽ, ആരുമില്ലാത്ത അവസ്ഥയിൽ വാപത്തി പറയുമ്പോൾ ഇസ്ലാം ലൗഡ്ലി സ്പീക്സ് ആൻഡ് ലക്സൂറിയസ്ലി സ്പീക്സ്. വളരെ ലക്സൂറിയസ് ആയിട്ട് ഇസ്ലാം സംസാരിക്കും. എന്തുകൊണ്ട് അത് പറയുന്നു? അതിന്റെ കാരണം ഇസ്ലാമിന്റെ ദർശനത്തിൽ satisfaction of sexual desire is considered as an act of worship. റസൂല് പറഞ്ഞതാട്ടോ, ഞാൻ പറഞ്ഞതല്ല. രാത്രി മറയിട്ട ആ രാത്രിയുടെ മറക്കുള്ളിൽ മനുഷ്യ ശരീരത്തിൽ അല്ലാഹു പതച്ചു നിർത്തിയ അതിന്റെ കെട്ടടക്കൽ, അതിൽ മനുഷ്യൻ ഏർപ്പെടുന്നത് പോലും ഇറ്റ്സ് അൻ ഇബാദ, അത് ആരാധനയത്രേ. പ്രവാചകനോട് സംശയം പ്രകടിപ്പിച്ചു, എന്റെ ഭാര്യയുമായി ശാരീരികമായി ഞാൻ അടുക്കുമ്പോ അതെങ്ങനെയാണ് ഇബാദത്താകുക? അതേടോ, അതാണ് നമ്മുടെ മതം, അതും ആരാധനയാണ്. ആരാധന എന്ന് പറയുമ്പോ അതിനകത്ത് അല്ലെ ഒരുപാട് സൂക്ഷ്മതകൾ അത്യാവശ്യമുള്ള ഒന്നുകൂടെയാണ്. അതുകൊണ്ടാണ് അതിനെ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് വർഷിപ്പ്. എന്നാൽ മറ്റു ദർശനങ്ങൾ ഇതിനെ പറയുന്നത് fulfilling the sexual desire is purely biological and personal. അത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഒരാൾക്ക് വേണമെങ്കിലാവാം, വേണ്ടെങ്കിൽ അയാൾക്ക് ഉപേക്ഷിക്കാം. പക്ഷെ ഇസ്ലാം കാണുന്നത് അതൊരു ആരാധനയാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, ഇനവിറ്റബിൾ, ഒഴിച്ചുകൂടാൻ പറ്റില്ല. മൂന്നാമത്തെ വ്യത്യാസം, physical relationship as a right of both spouses. ഭർത്താവിന്റെയും ഭാര്യയുടെയും ഹക്കാണത്, റൈറ്റ് ആണ്. രണ്ടുപേരും പരസ്പരം അത് പൂർത്തീകരിച്ചിരിക്കണം. ഹക്കാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി അക്കൗണ്ടബിൾ, അത് ചോദ്യം ചെയ്യപ്പെടും. എന്തുകൊണ്ട് നടന്നില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോയി എന്ന്, എന്തുകൊണ്ട് ഡിസ്കണക്റ്റഡ് ആയി, അതൊരു ഹക്കാണ്. എന്നാൽ മറ്റു ദർശനങ്ങളിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇസ് എ പേഴ്സണൽ കമ്മിറ്റ്മെന്റ്. അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് എല്ലാവർക്കും വേണമെന്നില്ല. അത് എപ്പോഴൊക്കെ തോന്നുന്നുവോ അപ്പോഴൊക്കെ ഇങ്ങനെ നടക്കും. ഒരു ജസ്റ്റ് എ കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് പൂർത്തീകരിക്കാനുള്ളതല്ല, അത് വേണമെങ്കിലാവാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കാം. പക്ഷെ റൈറ്റ് അങ്ങനെയല്ല, കിട്ടിയേ പറ്റൂ. നാലാമത്തത്, ഈ ഒരു വശത്തെ ഇസ്ലാമും മറ്റു ദർശനങ്ങളും കാണുന്നത് മാരിറ്റൽ ലൈഫ് വിൽ നോട്ട് ബി വാലിഡ് ഈ ഫിസിക്കൽ റിലേഷൻസ് ബിക്കം ഇംപോസിബിൾ. ശാരീരിക ബന്ധത്തിൽ ഒരാൾ ഏർപ്പെടുന്നില്ല എങ്കിൽ ആ വൈവാഹിക ജീവിതത്തിന് വാലിഡിറ്റി ഇല്ല. അതിന് സാധിക്കാത്ത അവസ്ഥയിലാണ് എങ്കിൽ ഭാര്യക്കും ഭർത്താവിനും വേർപിരിയാം. വേർപിരിയാനുള്ള ഒരു റീസൺ കൂടെയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റു ദർശനങ്ങളിൽ മാരിറ്റൽ റിലേഷൻഷിപ്പ് വിൽ ബി വാലിഡ് ഈവൻ വിത്തൗട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ്. ഫിസിക്കൽ റിലേഷൻഷിപ്പ് വേണ്ട, ഭർത്താവിന് ചോറുണ്ടാക്കിയും അദ്ദേഹത്തിന്റെ വസ്ത്രമലക്കിയും ഇങ്ങനെ കഴിഞ്ഞുകൂടിയാലും, രാത്രികാലത്ത് അവർ വ്യത്യസ്ത മുറികളിൽ കഴിഞ്ഞാലും മാരിറ്റൽ ലൈഫ് വാലിഡ് ആണ്, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇസ്ലാമിൽ അത് മുന്നോട്ട് പോവുകയില്ല, അത് നിർത്തിയേ പറ്റൂ എന്നാണ്. നിങ്ങൾ ആലോചിച്ച ഹൗ പ്രാക്ടിക്കൽ ദ ഇസ്ലാം ഈസ്. എന്തൊരു ക്രിയേറ്റീവ് ആണെന്ന് നോക്കിയേ. ഹൗ കളർഫുൾ ദ ഇസ്ലാം ഈസ്. വളരെ കളർഫുൾ ആണ്. അപ്പൊ ഈ ആയത്ത് പഠിക്കുമ്പോൾ
മനുഷ്യ, നിന്നെ ഞാൻ മറച്ചു വെച്ചിരിക്കുന്നു രാത്രിയുടെ ഇരുട്ടിൽ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ എന്ന് പടച്ചവൻ പറയുമ്പോ ഇങ്ങനൊരു ഇസ്ലാം ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചേക്കും. അതിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ആയിരക്കണക്കിന് ഇത് നമുക്ക് പറയാൻ കഴിയും അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട 3 നിങ്ങളൊന്ന് കേൾക്കണം. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് തന്റെ ഇണയെ ആഗ്രഹ പൂർത്തീകരണത്തിന് ബെഡിലേക്ക് ക്ഷണിച്ചു. ഫലം തഅ്തിഹി, പക്ഷെ അവൾ ചെന്നില്ല. എന്നിട്ട് പറയാണ്, ലഅനഹുമൽ മലായിക ഹത്താ തുസ്ബിഹ്, നേരം പുലരും വരെ മാലാഖമാർ അവൾക്ക് വേണ്ടി, അവൾക്കെതിരായി ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും. ഇതിലപ്പുറം ഇങ്ങനെ പറയും നമ്മള്. അത് തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. പറയുമ്പോ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ അല്ലേ. രണ്ടാമത് പറയണം, വല്ലദീ നഫ്സി ബിയദിഹി മാമിൻ റജുലിൻ യദ്ഉ ഇംറഅതഹു ഇലാ ഫിറാശിഹാ. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞിട്ട് പറയാ, അവസാനം അത് അവസാനിക്കുന്നത് അല്ലേ. രണ്ടാമത് ഭർത്താവ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഭാര്യയെ ക്ഷണിച്ചിട്ട് അവൾ റെസ്പോണ്ട് ചെയ്താടെ എത്ര ദിവസമാണോ മാറി നിന്നത്, എന്നിട്ട് പിന്നീട് എപ്പോഴാണോ ഇത് സംഭവിക്കുന്നത് അത്രയും കാലം വരെ ആകാശലോകം കോപത്തിലാണ് എന്ന്. ഓ, പടച്ചവനപ്പൊ പേടി തോന്നും ഇതൊക്കെ കേൾക്കുമ്പോ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എത്ര ഉണ്ട് നോക്കി. പിന്നീട് രണ്ടാമത് എപ്പോഴാണോ ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് വരെ റബ്ബിന്റെ കോപത്തിലാണ് അവർ, ആകാശലോകം കോപത്തിലാണ്. നോ എക്സ്ക്യൂസ്, നോ ബ്ലെയിംസ്, നോ കംപ്ലൈന്റ്സ്. ഒരു കംപ്ലൈന്റും ബ്ലെയിമും ഇക്കാര്യത്തിൽ പറയാൻ പാടില്ല. ഈ ആവശ്യത്തിന് വേണ്ടി ഭർത്താവ് ഭാര്യയെ ക്ഷണിച്ചപ്പോ അവൾ അടുക്കളയിലായിരുന്നു, പാല് തിളപ്പിക്കുകയായിരുന്നു. പാല് തിളച്ചു തൂത്താലും അതവിടെ നിർത്തിയിട്ട് പോകണം എന്നാണ്. എക്സ്ക്യൂസേ പാടില്ല. ഒരു പെണ്ണ് ഏറ്റവും വലിയ എക്സ്ക്യൂസ് പറയാൻ കാര്യം ദേ അടുപ്പത്തൊരു സാധനം ഇരിക്കണമെന്നല്ലേ. ലീവ് ഇറ്റ്, അത് കളഞ്ഞേക്ക്, അത് വിട്ടേക്ക്. അടുപ്പിന്റെ അടുത്ത് നിൽക്കേണ്ടവളാണ് അവൾ. അല്ലെങ്കിൽ ഇതെല്ലാം കരിയുകയോ തിളച്ചു മറിയുകയോ ചെയ്യും. എന്നാലും അത് വിട്ടിട്ട് ഭർത്താവിലേക്ക് അവൾ ഓടിപ്പോകണം എന്നാ പറയും അല്ലേ. ഇനി ഇസ്ലാമിന്റെ ചില ദർശനങ്ങൾ കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വർത്തമാനമാണ്, അള്ളാന്റെ റസൂല് അവസാനം വിശ്വാസികളെ വിളിച്ചു കൂട്ടിയിട്ട് 1,24,000 വരുന്ന ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് റസൂലിന്റെ അവസാനത്തെ വർത്തമാനത്തിൽ അവസാനത്തെ ആയത്തുകളിൽ ഒന്നാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഐ ഹാവ് പെർഫെക്റ്റഡ് യുവർ റിലീജിയൻ. ഇനി മതത്തിൽ പറയാത്തതായിട്ട് ഒരു സാധനവും ഇല്ലട്ടോ, അങ്ങനെ അല്ലേ എന്ന് ചോദിച്ചു. ഇനി ഞാൻ അറിയിക്കാത്തതായി, ഇനി ഞാൻ പറയാത്തതായി എന്തെങ്കിലും മക്കളെ ദീനിലുണ്ടോ? നിങ്ങൾ സാക്ഷ്യം വഹിക്കണം അല്ലേ. ഐ ഹാവ്, അതെ എന്ന് പറഞ്ഞപ്പോ, യെസ് ദിസ് ഡേ ഐ ഹാവ് പെർഫെക്റ്റഡ് യുവർ റിലീജിയൻ ഫോർ യു. ഇനി നിങ്ങൾക്ക് ഒന്നിനും സംശയമില്ലല്ലോ, ആ പെർഫെക്ഷനിൽ ഇതും കൂടെ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഇതും കൂടെ ഉൾക്കൊന്നു. രണ്ടാമത് പറയാണ്, ഒരായത്തിന്റെ ഭാഗമാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസി സമൂഹമേ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, എൻറ്റർ യുവർ റിലീജിയൻ കംപ്ലീറ്റ്ലി. നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പൂർണ്ണമായി വാ, കഷ്ണങ്ങൾ എടുത്ത് നടക്കരുത്. ഫ്രാഗ്മെന്റഡ് റിലീജിയൻ, അതാണ് നമ്മുടെ കയ്യിലുള്ള അവിടുന്ന് എടുത്ത ചില കഷ്ണങ്ങൾ, അതല്ല ദീൻ. മറിച്ച് എന്താ ദീൻ എന്ന് പറയുന്നത്? എൻറ്റർ ചെയ്യുകയാണെങ്കിൽ, എൻറ്റർ ഇസ്ലാം കംപ്ലീറ്റ്ലി, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ. ആ പെർഫെക്റ്റ് എൻട്രി അതിലൊന്നാണ് രാത്രിയിലെ ഇരുട്ടിൽ മനുഷ്യന്റെ
ശാരീരിക പൂർത്തീകരണം കൂടെ ആ ദീൻ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. നമ്മൾ റസൂലുള്ളയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആത്മീയ പ്രഭാഷണം നടത്തുന്ന ഒരാളായിട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടോളൂ. റസൂലുള്ള did not shy away from explaining and answering sex themes even though he was shy by nature. മനുഷ്യരിൽ ഏറ്റവും ലജ്ജയുള്ള, അല്ലെ, ഏറ്റവും നാണമുള്ള ഒരാളായി റസൂലിന്റെ വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് അശദ്ദുൽ ഹയ, ഭയങ്കര നാണമുള്ള കൂട്ടത്തിലായിരുന്നു, ലജ്ജയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രവാചകൻ ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലോ ആൻസർ ചെയ്യുന്നതിലോ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല. ഈവൻ സ്ത്രീകൾ പോലും റസൂലിന്റെ സദസ്സിലേക്ക് കയറി വന്ന് നമ്മൾ ഈ സദസ്സിൽ പറയാൻ പാടില്ലെന്ന് നമ്മുടെ മനസ്സ് പറയുന്ന ഗൗരവമുള്ള കാര്യങ്ങൾ പോലും റസൂലിനോട് ചോദിച്ചിരുന്നു. എവിടെ വെച്ചാ ചോദിച്ചത്? മുറ്റത്ത് വെച്ചല്ല, പള്ളി കയറിയിട്ടാണ് ചോദിച്ചത്. നമ്മൾ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുമ്പോ ചില കേമന്മാർ വന്നിട്ട് നമ്മളെ തോണ്ടി പറയും, ദുന്യാവിയായ കാര്യങ്ങളൊന്നും ഇവിടെ പറയല്ലേന്ന്. അപ്പൊ ഏതാ ദുന്യാവ്, ഏതാ ആഖിറം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ അങ്ങനെ വേർതിരിച്ചില്ല ദുന്യാവിയായ സാധനങ്ങളും ഉഖ്റവിയായ സാധനങ്ങളും. എവിടെയാണ് ആ ഡിവിഷൻ ഉള്ളത്? റസൂലിന്റെ അടുത്ത് പള്ളിയിൽ വന്നിട്ട്, അല്ലേ, എന്റെ ഭാര്യക്ക് മാസമുറയുള്ള സമയത്തിൽ അള്ളാന്റെ റസൂലെ ഞാൻ ഉപയോഗിച്ചു പോയി, എന്തുണ്ട് ഇതിന് പരിഹാരം എന്ന് ചോദിക്കാൻ അവർക്കൊരു മടി ഉണ്ടായിരുന്നില്ല. കാരണം ഇതും നമ്മുടെ ദീനിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡു നോട്ട് ഫീൽ ഷൈ. ഈ ഒരു വശത്തിൽ നമുക്ക് മടിയുണ്ടാവാൻ പാടില്ല. എൻജോയിങ് ദിസ് ആക്ട് ഡസ് നോട്ട് കോൺഫ്ലിക്ട് വിത്ത് മോഡസ്റ്റി ഓർ ഗുഡ് ക്യാരക്ടർ ഇൻ എനി വേ. റസൂലിന്റെ ഹദീസിന്റെ ട്രാൻസ്ലേഷൻ ആണത്. എന്താണത്? ശാരീരിക ബന്ധം പൂർത്തീകരിക്കുന്നതിൽ ഒരിക്കലും നിങ്ങളുടെ അച്ചടക്കത്തിന്റെ പ്രശ്നമോ നിങ്ങളുടെ സൽസ്വഭാവത്തിന്റെ പ്രശ്നമോ ഉദിക്കുന്നില്ല, അല്ലേ? നിങ്ങൾ ആനന്ദകരമായി ഇത് ആസ്വദിക്കുന്നത് കൊണ്ട് ഞാൻ അല്പം ഇതിൽ കൂടുതൽ തൽപരനാണോ എന്ന വിശ്വാസമോ എനിക്ക് അതവില്ല എന്ന തോന്നലോ ഒന്നും വിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതാണ് പൈശാചികം. അതാണ് പൈശാചികം. അത് നമ്മുടെ മോഡസ്റ്റി, നമ്മുടെ ഹയാഓ, ഗുഡ് ക്യാരക്ടർ, ഹുസ്നുൽ ഖുൽഖ്, ഇതിനെയൊന്നും അത് ബാധിക്കയില്ല. നമ്മുടെ സൽസ്വഭാവത്തെയോ നമ്മുടെ ലജ്ജയോ ബാധിക്കാത്തതാണ് ഈ സാധനം, അല്ലേ? ഇനി എന്താണ് ഇസ്ലാമിന്റെ മറ്റൊരു ദർശനം? ഒബ്ജക്റ്റീവ് ഓഫ് മാരേജ്, അല്ലേ? വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമതെണ്ണിയത് നമ്പർ 1, അല്ലേ? നമ്പർ 1 നമ്മളിങ്ങനെ പർപ്പസ് ഓഫ് മാരേജ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാരേജിൽ ഇസ്ലാം ഒന്നാമതായി വെക്കുന്നത് ദ ഫുൾഫിൽമെന്റ് ഓഫ് സെക്ഷൽ ഡിസയർ. അള്ളാഹു മനുഷ്യ ശരീരത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ വികാരത്തിന്റെ പൂർത്തീകരണമാണ്. If either spouse is unfulfilled, ഇത് പൂർത്തീകരിക്കപ്പെട്ടില്ല, and tempted to get from elsewhere, വേറെ എവിടെന്നെങ്കിലും ഇത് സാധിക്കും എന്ന ചിന്ത വന്നു, അല്ലെങ്കിൽ ഒരു അവസരം തേടിയാൽ, it is a failure of the spouse. അത് കൂടെ കിടക്കുന്നയാളുടെ പരാജയമാണ്. failure. തന്റെ ഏതെങ്കിലും ഒരു ഇണ ഈ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ വഴിയിലേക്ക് ചിന്തിക്കുകയോ വഴി തേടുകയോ ചെയ്താൽ ദാറ്റ് മീൻസ് യു ആർ എ ഫെയിലിയർ. നമ്മൾ അതിന്റെ ഫെയിലിയർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത്, അള്ളാഹു സ്വർഗലോകത്തിൽ നിന്ന് മനുഷ്യന് അയച്ച ഒരേ ഒരു പ്ലഷറാണിത്. This is the one and only pleasure that the merciful Allah has given to the mankind from heavens. സ്വർഗലോകത്ത് നിന്ന് മനുഷ്യർക്ക് അല്ലാഹു നൽകിയ ആകെയുള്ള ഒരു സുഖമാണത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹെവൻലി പ്ലഷർ എന്ന് പറയുന്നത്. ഇത് വിശ്വാസികളെ, അറബികളെ ഒരുപാട് സ്വർഗത്തിലേക്ക് അവരെ കൊതിപ്പിച്ചു എന്നാണ്.
സ്വർഗത്തിലെ ഒരു സുഖം തന്നെ ദുന്യാവിലെ ഏറ്റവും വലിയ പ്ലഷർ ആണെങ്കിൽ ഇനി എന്തൊക്കെ എന്റെ റബ്ബെനിക്ക് തരാനുണ്ട് എന്ന ബോധം ഒരുപാട് അവരെ ഇസ്ലാമിലേക്ക് നയിച്ചു എന്നാണ്. ഇനി അടുത്ത നിങ്ങളടുത്ത് പറയാനുള്ളത്, each phase of life has its own unique taste in this act. ഓരോ പ്രായത്തിലും രാത്രിയുടെ കർട്ടന് പിറകിൽ നമ്മൾ ആസ്വദിക്കുന്ന ഇതിനും ഒരു പ്രത്യേക രുചിയാണുള്ളത്. അതിന് ഇത്ര കാലമെന്നോ പ്രായമെന്നോ ഒന്നുമില്ല. റസൂൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അത് കേട്ടോളൂ നിങ്ങള്. When the children reach the age of 10, കുട്ടികൾ വളർന്ന് 10 വയസ്സായ പിന്നെ separate them from your sleeping place. നിങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്ത് നിങ്ങൾ അവനെ കിടത്തരുത്. നമ്മൾ സ്വാഭാവികമായിട്ടും വിവാഹം കഴിയുന്നത് വരെ വളരെ ശക്തിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ വിവാഹമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ കഴിയുമ്പോ ഇനിയിപ്പോ എന്താപ്പ ഇതില് എന്ന് ചിന്തിക്കുന്നവരാണ്. ഒരിക്കലും ഈ കാര്യത്തിൽ ഒരു തടസ്സവും വരാൻ പാടില്ല എന്നതുകൊണ്ടാണ് കുട്ടികൾ വളർന്നു വരുമ്പോ അവിടെ നിങ്ങളെ കൂടെ കിടത്തരുത്, അവിടെ മാറ്റിക്കിടത്തണം എന്നത് ഇസ്ലാമിന്റെ ദർശനമാണ്. ഒരു വലിയൊരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ഉണ്ട് അതിനകത്ത്. അപ്പൊ നമുക്ക് പറയാനുള്ളത്, ഈ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യണം. ഡു നോട്ട് വേസ്റ്റ് മോർ നൈറ്റ്സ്. രാത്രികൾ അലക്ഷ്യമായി പോകരുത്. ബി സ്മാർട്ട് ഓൺ ബെഡ് അറ്റ് നൈറ്റ്. ഇതല്ല പറഞ്ഞ സാധനം. ബി സ്മാർട്ട് ഓൺ ബെഡ് അറ്റ് നൈറ്റ്. There is no rule or no foul on bed except intercourse at menstrual time and sodomy. സ്ത്രീകൾക്ക് മാസമുറയുള്ള കാര്യത്തിൽ അവളെ സമീപിക്കുന്നതും പിറകുവശത്തോടുകൂടെയുള്ളതും മാത്രമേ ഫൗൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഓൾ ആൻഡ് ഓൾ. അത് വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം, എല്ലാം അനുവദനീയമാണ്. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് once in every 4 days, അതാണ് അവർ പറഞ്ഞ 4 ദിവസം ഇതില്ലാതെ കടന്നു പോകരുത്. മാക്സിമം 4 months. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഈ രണ്ടാമത് പറഞ്ഞ 4 മാസം വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഒരു ദിവസം യാത്ര ചെയ്യുമ്പോ ഒരു പെണ്ണിന്റെ സുന്ദരമായ പാട്ട് കേട്ടു. പാട്ട് കേട്ടിട്ട് ഇതിന്റെ ഇതിവൃത്തം എന്താണ്, തീം എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു കാതോർത്തപ്പോ കേൾക്കുന്നത് കേൾക്കാൻ പാടില്ലാത്തതാണ്. അവള് പറയുന്നത്, എന്റെ ഭർത്താവെങ്ങാനും ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കട്ടിലുകളുടെ കാൽ ഇളകുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി. വാതിലൊക്കെ തുറന്നിട്ട് ചോദിച്ചു, എന്താ എന്റെ പ്രശ്നം എന്ന് വെച്ചു. എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല, അതാണ് പ്രശ്നം. ഭർത്താവ് എവിടെയാ? അപ്പൊ പറയാണ്, ഉമറാണ് കുഴപ്പക്കാരൻ. എന്റെ ഈ വിഷമത്തിന് കാരണം ഉമറാണ് മുന്നിൽ നിൽക്കുന്നത്. എന്താണ് ഉമർ ചെയ്തത്? അതെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളത്തിൽ ചേർന്നത് കൊണ്ട് മൂപ്പർക്ക് ലീവ് കൊടുത്തിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ക്യാപിറ്റലായ മദീനയിലേക്ക് വന്നിട്ട് അവിടുന്ന് ഒരു ഗവൺമെന്റുടെ ഓർഡർ പോകുന്നുണ്ട്, ഒരു പട്ടാളക്കാരും 4 മാസത്തിൽ കൂടുതൽ, അല്ലേ, 4 മാസത്തിൽ കൂടുതൽ 40 ദിവസമാണെന്നും പറയപ്പെടുന്നു. 4 മാസത്തിൽ കൂടുതൽ അവർ സേവനം ചെയ്യേണ്ട, ഉടൻ തന്നെ നാട്ടിൽ പോണം എന്നാ പറഞ്ഞത്. It is a religious duty of a husband realize the need of the spouse and be responsive to her signals. ഇത് വൺ വേ അല്ല, അല്ലേ? മുസ്ലിങ്ങളെ കുറിച്ച് ആകെയുള്ള ഒരു പരാതിയാണ് ഈ സാധനം. ഇത് മെയിൽ ഡോമിനേറ്റഡ് ആണ്. ആണിന് തോന്നുമ്പോ നടക്കേണ്ടതും പെണ്ണിന് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല എന്നാണ്, അല്ലേ? ഇതെന്താണെന്ന് അറിയുക പോലും മുസ്ലിം സ്ത്രീകൾ ചെയ്തിട്ടില്ലെന്ന് പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു. കാരണം ഭർത്താവിനെ പേര് വിളിക്കൂല, ഏയ് എന്ന് പറഞ്ഞ സിഗ്നൽ കാണിച്ചാ വിളിക്കുക. അല്ലെങ്കിൽ വേറൊരാളോട് പരിചയപ്പെടുമ്പോ കുട്ടിയുടെ വാപ്പാന്നാ പറയാ. എന്റെ ബെറ്റർ ഹാഫ്, എന്റെ പകുതിയായി അവര് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മൂപ്പർക്ക് എപ്പോഴാണോ അതിനു വേണ്ടി മാത്രം ഒരുങ്ങിയിരുന്നവളായിരുന്നു സ്ത്രീ എന്നത്. ആണുങ്ങളെ പോലെ സ്ത്രീകൾ ഇൻവൈറ്റ് ചെയ്യുകയില്ല. എന്നാൽ ബട്ട് ഹി ഹാസ് ടു ബി റെസ്പോൺസീവ് ടു ഹർ സിഗ്നൽസ്. തന്റെ ഭാര്യയുടെ ഈ സിഗ്നലിംഗ് അദ്ദേഹം മനസ്സിലാക്കണം.
ഇസ്ലാം പറയുന്നത് ഈവൻ അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ഇറ്റ് ഈസ് അലൗഡ്. ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന സമയത്തും വരെ ഇത് അനുവദനീയമാണ്. സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ്. മാനസികമായ ഫിറ്റ്നസും ശാരീരികമായ ഫിറ്റ്നസും ഇതിന് വലുതാണ്. മാനസികമായി ഇണയോട് നല്ല ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ശാരീരികമായും അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നണമെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ അത്യാവശ്യമാണ്. ആണും പെണ്ണും ഒക്കെ ശാരീരികമായി ആരോഗ്യമുള്ള, വയറൊന്നും ചാടാതെ നല്ല സൗന്ദര്യത്തിൽ നിൽക്കുക എന്നതും ഇതിന്റെ ഭാഗമാണ്. അപ്പോ നമ്മൾ ഒരായത്താണ് ഇന്ന് എടുത്തത്. ഒരു ക്ലാസ്സിനകത്ത് പറയാവുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിന്റെ ഒരു ഡൈമെൻഷൻ കൂടെയാണ് ഇപ്പൊ പറഞ്ഞു വെച്ചത്. ഇത് ജീവിതത്തിൽ നമ്മളൊക്കെ വല്ലാണ്ട് പാലിക്കേണ്ട ചില മര്യാദകൾ കൂടെയാണ് ഇത്. എന്തായാലും പഠിച്ച കാര്യങ്ങൾ നന്നായി ജീവിതത്തിൽ പകർത്തുവാനും ഇനിയും പഠിക്കുവാനും ഒക്കെ അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.